എൻ്റെ പേര് മധു, സ്ഥലം മാവേലിക്കര. ബഹുമാന്യനായ MM അക്ബർ സാഹിബിനോട് ചോദിക്കാനാണ് എൻ്റെ ചോദ്യം. പ്രപഞ്ച സൃഷ്ടിയുടെ തന്നെ കാരണമായ മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബോങ് ഇന്ന് ഭൂമിക്കടിയിൽ അതിവിശാലമായ പരീക്ഷണശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ പ്രസക്തി എന്താകും? സുഹൃത്ത് മധുവിൻ്റെ ചോദ്യം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഭൂമിൻ്റെ അടിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖുർആനെ പോലുള്ള ഗ്രന്ഥങ്ങൾക്ക് എന്താ പ്രസക്തി എന്നാണ്. ഇത് ഞാൻ ഖത്തറിലായിരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഒരാൾ ചോദിക്കുകയും ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് മറുപടി പറയാമെന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തൊരു കാര്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രപഞ്ച സൃഷ്ടി, ആ പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഉള്ള ആദ്യ നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ ഫലമായിട്ടാണ് യൂറോപ്യൻ ന്യൂക്ലിയർ ഗവേഷണ ഏജൻസിയായ സേണിന്റെ നേതൃത്വത്തിൽ സ്വിറ്റ്സർലാൻഡിന്റെയും ഫ്രാൻസിന്റെയും അതിർത്തിയിൽ 100ഓളം മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ടുള്ള കുഴിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ LHC എന്നറിയപ്പെടുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നറിയപ്പെടുന്ന ചരിത്രത്തിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വില പിടിച്ചതും ഏറ്റവും സങ്കീർണവും ഏറ്റവും അധികം മനുഷ്യാധ്വാനം വേണ്ടി വന്നതുമായ യന്ത്രത്തിന്റെ സഹായത്തോടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യന്ത്ര സംവിധാനങ്ങൾക്ക് ഏകദേശം 1600 കോടി ഡോളർ രൂപ അഥവാ ഏകദേശം 70,000 കോടി രൂപ ചെലവ് വരുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ലോകത്തെ പ്രഗത്ഭരായ 8000-ഓളം ശാസ്ത്രജ്ഞന്മാരാണ് ഇതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെയ്യുന്നത് പ്രോട്ടോണുകളെ കൂട്ടിയിടിപ്പിക്കാനുള്ള ശ്രമമാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ വസ്തുവാണ്. ഒരു പുള്ളിക്കുത്തിൽ, ഒരു പേന കൊണ്ട് നമ്മൾ ഇടുന്ന ഒരു പുള്ളിക്കുത്തിന്റെ ഉള്ളിൽ 1000 കോടി പ്രോട്ടോണുകൾ അടുക്കി വെക്കാം. അത്രയും വലുതാണ് പ്രോട്ടോൺ എന്നർത്ഥം. ഈ പ്രോട്ടോണുകളെ കൂട്ടിയിടിപ്പിച്ചാൽ വലിയ ഊർജമുണ്ടാകുമെന്നും അങ്ങനെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ അഥവാ മഹാവിസ്ഫോടനത്തിന്റെ സമയത്തുണ്ടായിരുന്ന ഊർജ അവസ്ഥ കൈവരുമെന്നും അന്നത്തെ ഒരു ദ്രവ്യാവസ്ഥയായി കണക്കാക്കുന്ന കോർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ എന്ന ദ്രവ്യാവസ്ഥ കൈവരിക്കുമെന്നും അങ്ങനെ കൈവരിച്ചു കഴിഞ്ഞാൽ ആ ദ്രവ്യാവസ്ഥ തണുക്കുന്നത് നിരീക്ഷിച്ചാൽ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് ശേഷം എന്തുണ്ടായി എന്ന് കൃത്യമായി അറിയാൻ കഴിയുമെന്നും ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നു. ഫിസിക്സിലെ കുറെ സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. ഇതിനോടനുബന്ധിച്ച് അതൊന്നും ഇങ്ങനെയുള്ളൊരു സദസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത്ര സാധ്യമായ കാര്യമല്ലല്ലോ. അതിസൂക്ഷ്മ കണങ്ങളായി കരുതപ്പെടുന്ന ഹിഗ്സ് ബോസോൺ എന്ന കണങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. ഹിഗ്സ് ബോസോൺ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. 17 സൂക്ഷ്മ കണങ്ങളുണ്ട് എന്നാണ് വിചാരം. 12 ദ്രവ്യ കണങ്ങളും 5 ഊർജ കണങ്ങളും. ആ ഊർജ കണങ്ങളിൽ 4 ഊർജ കണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 5ാമത്തെ ഊർജ കണമായ പിണ്ഡത്തിന് കാരണമായ മാസിന് കാരണമായ ഹിഗ്സ് ബോസോൺ കണ്ടെത്തിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോഡൽ എന്നറിയപ്പെടുന്ന മോഡൽ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുമെന്ന് കരുതപ്പെടുന്നു. അതിനുവേണ്ടിയാണ് പിന്നീടുള്ള തെരച്ചിൽ. ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ പരിശ്രമത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ പരിശ്രമം മുഴുവനും പ്രപഞ്ചം തുടങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി മാത്രമാണ്. പ്രപഞ്ചം തുടങ്ങുന്നതിന് മുൻപ് ഉള്ളൊരവസ്ഥ, ഇന്നത്തെ പ്രപഞ്ചം തുടങ്ങുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോസ്മിക് എഗ്ഗിന്റെ അവസ്ഥ. ആ കോസ്മിക് എഗ്ഗിൽ എന്ത് സംഭവിച്ചു എന്നോ, കോസ്മിക് എഗ്ഗിലെ നിയമങ്ങൾ എന്തായിരുന്നു എന്നോ പറയാൻ ശാസ്ത്രത്തിന് ഇതുവഴി പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നിയമങ്ങളെല്ലാം അപ്രസക്തമാണ് കോസ്മിക് എഗ്ഗിൽ. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ഖുർആൻ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനം. ആകാശഭൂമികളെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് റത്ഖായിരുന്നു. ഒരു റത്ഖ്, ഒരു കൂടിച്ചേർന്ന അവസ്ഥ. എന്നിട്ട് അതിൽ നിന്ന് അത് വേർപെടുത്തപ്പെടുകയാണ് ഉണ്ടായത്. ഈ റത്ഖ്, ഖുർആൻ പറഞ്ഞ റത്ഖിലേക്ക്, ഖുർആൻ പറഞ്ഞ ആ കൂടിച്ചേർന്ന അവസ്ഥയിലേക്ക്, ആ ഒന്നായിരുന്നു എന്നുള്ള സത്യത്തിലേക്ക് വെളിച്ചം വീശുക മാത്രമാണ് പുതിയ ഗവേഷണങ്ങൾ പോലും ചെയ്യുന്നത്. ആ റത്ഖിന്റെ അവസ്ഥ അതെങ്ങനെയാണെന്ന് അറിയാൻ കഴിയും എന്ന് ഇവർക്ക് ഇപ്പോഴും പ്രതീക്ഷയില്ല. അത് കഴിഞ്ഞ് വേർപെടുത്തപ്പെട്ട ആദ്യ നിമിഷത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ശ്രമമാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാറ്റർ ആകെ, നമ്മൾ അനുഭവത്തിൽ വരുന്ന ദ്രവ്യലോകം, നമുക്ക് അളക്കാൻ കഴിയുന്ന ഊർജലോകം എല്ലാം കൂടി 4.6% വരൂ എന്നാണ് കണക്ക്.